മാറ്റങ്ങളെ എപ്പോഴും ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന രാജ്യമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അഥവാ UAE. ആഗോളതലത്തിൽ തന്നെ അത്യാധുനികമായ ജീവിത സൗകര്യങ്ങളും മികച്ച ഭരണ പരിഷ്കാരങ്ങളും നടപ്പിലാക്കുന്നതിൽ UAE എപ്പോഴും ലോകത്തിന് മാതൃകയാണ്. ഇതിന്റെ തുടർച്ചയെന്നോണം 2026 ജൂലൈ മാസം മുതൽ UAE-യിൽ നിരവധി നിർണായകമായ നിയമങ്ങളും മാറ്റങ്ങളും ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരികയാണ്. പ്രവാസികൾ, വൻകിട വ്യാപാരികൾ, സാധാരണക്കാരായ യാത്രക്കാർ, സ്കൂൾ വിദ്യാർത്ഥികൾ തുടങ്ങി UAE-യിലെ ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും നേരിട്ട് സ്പർശിക്കുന്ന വിപ്ലവകരമായ പരിഷ്കാരങ്ങളാണ് ഈ മാസത്തിൽ നടപ്പിലാക്കുന്നത്. രാജ്യത്തിന്റെ റെയിൽവേ ഗതാഗതത്തിന്റെ ചരിത്രത്തിലെ നിർണായകമായ കുതിച്ചുചാട്ടം മുതൽ ഇന്ത്യൻ പ്രവാസികളുടെ പാസ്പോർട്ട് സേവനങ്ങളിലെ വലിയ അഴിച്ചുപണി വരെ നീളുന്ന ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും അവ സാധാരണക്കാരുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം സ്വാധീനിക്കുമെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. UAE കൂടുതൽ സുസ്ഥിരവും ആധുനികവും ഡിജിറ്റലൈസ്ഡ് ആയതുമായ ഒരു ഭാവിയിലേക്ക് നയിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഈ പുതിയ ചട്ടങ്ങൾ. ഓരോ താമസക്കാരും പ്രവാസികളും ഈ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ പുലർത്തുന്നത് UAE-യിലെ ദൈനംദിന ജീവിതം കൂടുതൽ സുഗമമാക്കാൻ സഹായിക്കും. UAE-യിലെ താമസക്കാരും അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളും ഏറെ നാളായി കാത്തിരുന്ന പാസഞ്ചർ ട്രെയിൻ സർവീസിന് ജൂൺ 30-ന് ഔദ്യോഗികമായി തുടക്കമാവുകയാണ്. ഇതിഹാദ് റെയിലിന്റെ ചരിത്രപരമായ ഈ ആദ്യ യാത്രാ സർവീസ് അബുദാബി മുഹമ്മദ് ബിൻ സായിദ് സിറ്റി പാസഞ്ചർ സ്റ്റേഷനിൽ നിന്നും ആരംഭിച്ച് ഫുജൈറയിലാണ് അവസാനിക്കുന്നത്. റോഡ് മാർഗം മണിക്കൂറുകൾ നീളുന്ന യാത്രയെ വെറും 1 മണിക്കൂറും 45 മിനിറ്റുമായി ചുരുക്കാൻ ഈ അതിവേഗ റെയിൽവേ സർവീസിന് സാധിക്കും. മണിക്കൂറിൽ 200 കിലോമീറ്റർ വേഗതയിൽ പായുന്ന ഈ ട്രെയിനുകൾ വിമാനയാത്രയ്ക്ക് സമാനമായ അത്യാധുനിക സൗകര്യങ്ങളാണ് യാത്രക്കാർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. യാത്രക്കാരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് കംഫർട്ട് ക്ലാസ്, പ്രീമിയം ക്ലാസ് എന്നിങ്ങനെ വ്യത്യസ്തമായ യാത്രാ സൗകര്യങ്ങൾ ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. സാധാരണക്കാർക്ക് അനുയോജ്യമായ കംഫർട്ട് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നതിനായി 55 ദിർഹവും പ്രീമിയം ക്ലാസ്സിലെ ആഡംബര യാത്രയ്ക്ക് 120 ദിർഹവുമാണ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. അതിവേഗ സൗജന്യ വൈഫൈ സംവിധാനം, എല്ലാ സീറ്റുകളിലുമുള്ള ചാർജിംഗ് പോർട്ടുകൾ, വിശാലമായ ലെഗ് റൂം, മികച്ച എയർ കണ്ടീഷണർ സംവിധാനങ്ങൾ എന്നിവയെല്ലാം അടങ്ങുന്ന ഈ ട്രെയിൻ സർവീസ് UAE-യിലെ എമിറേറ്റുകൾ തമ്മിലുള്ള ദൂരം ഗണ്യമായി കുറയ്ക്കും. വരും മാസങ്ങളിൽ ദുബായ്, ഷാർജ തുടങ്ങിയ മറ്റ് പ്രധാന എമിറേറ്റുകളിലേക്കും ഈ റെയിൽ ശൃംഖല വ്യാപിപ്പിക്കാൻ പദ്ധതിയുണ്ട്. ഇത് രാജ്യത്തെ ടൂറിസം മേഖലയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും ഒരുപോലെ പുതിയ ഊർജം പകരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. UAE-യിലെ ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യൻ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു മാറ്റം ജൂലൈ 1 മുതൽ നടപ്പിലാവുകയാണ്. ഇന്ത്യൻ കോൺസുലർ, പാസ്പോർട്ട്, വിസ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള പുതിയ ഔട്ട്സോഴ്സിംഗ് ഏജൻസിയായി അൽ ഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് ചുമതലയേൽക്കും. ദീർഘകാലമായി ഈ സേവനങ്ങൾ നൽകിയിരുന്ന BLS ഇന്റർനാഷണൽ, SGYS ഗ്ലോബൽ എന്നീ ഏജൻസികൾ ജൂൺ 30-ഓടെ തങ്ങളുടെ ഔദ്യോഗിക പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അവസാനിപ്പിക്കും. സേവനങ്ങൾ കൂടുതൽ സുതാര്യവും ജനങ്ങളിലേക്ക് വേഗത്തിൽ എത്തുന്നതിനുമാക്കുന്നതിനുമായി UAE-യിലെ 7 എമിറേറ്റുകളിലായി 16 പുതിയ കേന്ദ്രങ്ങളാണ് അൽ ഹിന്ദ് ആരംഭിക്കുന്നത്. അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഫുജൈറ, ഉമുൽ റാസൽ കൈമ എന്നീ പ്രധാന നഗരങ്ങൾക്ക് പുറമെ ഗോർഫക്കാൻ, കൽബ തുടങ്ങിയ വിദൂര പ്രദേശങ്ങളിലും പുതിയ അപേക്ഷാ കേന്ദ്രങ്ങൾ നിലവിൽ വരും. ജൂൺ 26 മുതൽ ജൂൺ 30 വരെയുള്ള 5 ദിവസത്തെ പരിവർത്തന കാലയളവിൽ സാധാരണ അപ്പോയിന്റ്മെന്റുകൾ ലഭ്യമായിരിക്കില്ലെങ്കിലും അടിയന്തര ആവശ്യങ്ങൾക്കായി അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ കോൺസുലേറ്റും നേരിട്ട് പ്രത്യേക ഹെൽപ്പ് ലൈൻ വഴി സേവനങ്ങൾ നൽകുന്നതാണ്. പ്രവാസികൾക്ക് തങ്ങളുടെ പാസ്പോർട്ട് പുതുക്കുന്നതിനും വിസ നടപടികൾ പൂർത്തിയാക്കുന്നതിനും OCI കാർഡുകൾക്ക് അപേക്ഷിക്കുന്നതിനും കൂടുതൽ ആധുനികമായ ഡിജിറ്റൽ സംവിധാനങ്ങളും ലളിതമായ പ്രക്രിയകളും പുതിയ കേന്ദ്രങ്ങളിൽ ഒരുങ്ങുന്നുണ്ട്. ഷാർജ എമിറേറ്റിൽ താമസിക്കുന്നവർക്കും അവിടേക്ക് സ്ഥിരമായി ജോലി ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നവർക്കും ജൂലൈ 1 മുതൽ പാർക്കിംഗ് നിയമങ്ങളിൽ പുതിയ മാറ്റങ്ങൾ ബാധകമാകും. ഷാർജ സിറ്റി, കൽബ, ഗോർഫക്കാൻ, അൽദൈദ് തുടങ്ങിയ പ്രദേശങ്ങളിലെ എല്ലാ പൊതു പെയ്ഡ് പാർക്കിംഗ് സോണുകളുടെയും പ്രവർത്തന സമയം രാത്രി 12 മണി വരെ നീട്ടാൻ ഷാർജ മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. മുൻപ് മഞ്ഞ ബോർഡുകൾ സ്ഥാപിച്ച പാർക്കിംഗ് സോണുകളിൽ കുറഞ്ഞ സമയത്തേക്ക് മാത്രമായിരുന്നു ഫീസ് ഈടാക്കിയിരുന്നതെങ്കിൽ ഇനി മുതൽ അവയും നീല ബോർഡുകളുള്ള സോണുകളുടെ അതേ സമയക്രമം തന്നെ പിന്തുടരും. രാവിലെ 8 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെയാണ് പുതുക്കിയ സമയക്രമം നിലവിൽ വരുന്നത്. ഷാർജയിലുടനീളം വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണവും ടൂറിസം വികസനവും കണക്കിലെടുത്താണ് മുനിസിപ്പാലിറ്റി ഈ കർശനമായ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. പാർക്കിംഗ് സ്ഥലങ്ങളുടെ അനാവശ്യമായ ദുരുപയോഗം തടയുന്നതിനും ഉപഭോക്താക്കൾക്ക് കൂടുതൽ എളുപ്പത്തിൽ പാർക്കിംഗ് സൗകര്യം ലഭ്യമാക്കുന്നതിനും ഇത് സഹായിക്കും. എന്നാൽ ഈ സമയമാറ്റം നിലവിലുള്ള സീസണൽ സബ്സ്ക്രിപ്ഷൻ നിരക്കുകളിൽ യാതൊരുവിധ വർധനവും വരുത്തുന്നില്ല എന്നത് വാഹന ഉടമകൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. വാർഷിക അല്ലെങ്കിൽ പ്രതിമാസ പാർക്കിംഗ് സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്ക് പ്രതിദിനം 2 മണിക്കൂർ അധിക പാർക്കിംഗ് സൗകര്യം ഇതിലൂടെ ലഭിക്കും. വെള്ളിയാഴ്ചകളിലും ഔദ്യോഗിക പൊതു അവധി ദിവസങ്ങളിലും പാർക്കിംഗ് സാധാരണ പോലെ സൗജന്യമായി തുടരുമെങ്കിലും പ്രത്യേകമായി അടയാളപ്പെടുത്തിയ 7 ദിവസത്തെ സോണുകളിൽ ഈ ഇളവ് ബാധകമായിരിക്കില്ല.
UAE-യിലെ കോർപ്പറേറ്റ് ബിസിനസ് മേഖലകളിൽ വലിയൊരു ഡിജിറ്റൽ പരിവർത്തനത്തിനാണ് ജൂലൈ മാസം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. രാജ്യത്തെ നികുതി സംസ്കാരം കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കുന്നതിന്റെ ഭാഗമായി പുതിയ ഇൻവോയ്സിംഗ് സംവിധാനം ജൂലൈ 1 മുതൽ നിർബന്ധിതമാക്കുകയാണ്. ആദ്യഘട്ടത്തിൽ പ്രതിവർഷം 50 ദശലക്ഷം ദിർഹത്തിന് മുകളിൽ വിറ്റുവരവുള്ള വൻകിട ബിസിനസ് സ്ഥാപനങ്ങൾക്കാണ് ഈ നിയമം പൂർണ്ണമായും ബാധകമാകുന്നത്. വ്യാപാര ഇടപാടുകളുടെ ബില്ലുകൾ പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിലാക്കുകയും അവ തത്സമയം തന്നെ ഫെഡറൽ ടാക്സ് അതോറിറ്റിയുടെ സിസ്റ്റവുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ ആധുനിക സാങ്കേതിക വിദ്യ. നികുതി വെട്ടിപ്പുകൾ പൂർണ്ണമായി തടയുന്നതിനും ബിസിനസ്സുകൾ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനും ഈ പുതിയ ചട്ടം വഴി സാധിക്കും. ബിസിനസ് പ്രക്രിയകൾ ലളിതമാക്കുന്നതിലൂടെ കമ്പനികളുടെ പ്രവർത്തന ചെലവുകൾ കുറയ്ക്കാനും ഇത് സഹായിക്കും. വരും വർഷങ്ങളിൽ ഘട്ടം ഘട്ടമായി ചെറുകിട ഇടത്തരം ബിസിനസ്സുകളിലേക്കും ഈ സംവിധാനം വ്യാപിപ്പിക്കാൻ UAE ഭരണകൂടം ലക്ഷ്യമിടുന്നുണ്ട്. ആഗോളതലത്തിലെ മികച്ച സാമ്പത്തിക സുതാര്യതാ മാനദണ്ഡങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ കടുത്ത നടപടി. UAE-യിലെ കടുത്ത വേനൽക്കാലത്തെ വരവേൽക്കാൻ സ്കൂളുകളും വാണിജ്യ മേഖലയും ഒരുങ്ങിക്കഴിഞ്ഞു. ജൂലൈ 3 മുതൽ രാജ്യത്തെ സ്കൂളുകൾ വേനലവധിക്കായി ഔദ്യോഗികമായി അടയ്ക്കുകയാണ്. കുട്ടികൾക്കും പ്രവാസി രക്ഷിതാക്കൾക്കും നാട്ടിലേക്ക് യാത്ര ചെയ്യാനും വിശ്രമിക്കാനുമുള്ള ഈ സുദീർഘമായ അവധിക്കാലം ഓഗസ്റ്റ് 31 വരെ നീണ്ടുനിൽക്കും. പുതിയ അധ്യയന വർഷത്തിനായി സെപ്റ്റംബർ 1-നായിരിക്കും സ്കൂളുകൾ വീണ്ടും തുറന്ന് പ്രവർത്തനം ആരംഭിക്കുക. ഇതേ വേനൽക്കാലത്ത് രാജ്യത്ത് തങ്ങുന്നവർക്കും വിദേശത്തു നിന്നും എത്തുന്ന സന്ദർശകർക്കുമായി ദുബായ് സമ്മർ സർപ്രൈസസിന്റെ 60 ദിവസത്തെ മെഗാ ഷോപ്പിംഗ് മേള ജൂലൈ 2 മുതൽ ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് 30 വരെ നീണ്ടുനിൽക്കുന്ന ഈ വിനോദ വാണിജ്യ ഉത്സവത്തിൽ വൻതോതിലുള്ള ഡിസ്കൗണ്ടുകളും ആകർഷകമായ സമ്മാനങ്ങളുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഇത്തവണ ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് കോടികൾ വിലമതിക്കുന്ന 12 ആഡംബര അപ്പാർട്ട്മെന്റുകൾ, 35 ആഡംബര കാറുകൾ, 3 കിലോ സ്വർണം എന്നിവയാണ്. ഇതിനു പുറമെ ലക്ഷക്കണക്കിന് ദിർഹത്തിന്റെ ക്യാഷ് പ്രൈസുകളും വൈവിധ്യമാർന്ന കലാപരിപാടികളും ഈ മേളയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറും. വേനൽ ചൂടിൽ നഗരത്തിലെ വലിയ മാളുകളിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിനും രാജ്യത്തെ ആഭ്യന്തര ടൂറിസം മേഖല സജീവമായി നിലനിർത്തുന്നതിനും ദുബായ് സമ്മർ സർപ്രൈസസ് വലിയ പങ്കുവഹിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ജൂലൈ മാസം മുതൽ UAE-യിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ വെറുമൊരു നിയമപരിഷ്കാരങ്ങൾ മാത്രമല്ല, മറിച്ച് രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുമുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നടപടികളാണ്. ഇതിഹാദ് റെയിൽവേയുടെ തുടക്കം യാത്രാക്ലേശം കുറയ്ക്കുമ്പോൾ പാസ്പോർട്ട് സേവനങ്ങളിലെ മാറ്റങ്ങൾ പ്രവാസികൾക്ക് കൂടുതൽ ആശ്വാസമാകും. ബിസിനസ് മേഖലയിലെ പുതിയ നികുതി ചട്ടങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ കൂടുതൽ ഭദ്രമാക്കും. വരാനിരിക്കുന്ന ഈ പുത്തൻ മാറ്റങ്ങളെ പോസിറ്റീവായി സ്വീകരിച്ച് മാറ്റങ്ങളിലേക്ക് രാജ്യത്തിനൊപ്പം നമ്മൾ പ്രവാസികളും ഒന്നിച്ച് ചുവടുവയ്ക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.